गाइस, स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए पंजाबी हाउस का रिएक्शन। सो इसके बारे में ना मेरे को पता नहीं कितने साल से कमेंट आ रहे हैं ये मूवी के बारे में, पंजाबी हाउस पंजाबी हाउस पंजाबी हाउस। और आज वो दिन आ गया है कि हम स्टार्ट कर रहे हैं मूवी। एंड द थिंग इज लाइक ऐसी जो मूवीज़ होती है ना वो देखने में और मज़ा आती है, बिकॉज इनका ऑफकोर्स रीमेक भी बना हुआ है हिंदी में एंड वो भी देखी हुई है। लेकिन एक जो ओरिजिनल मूवी होती है ना, और कई बार मैंने देखा है कि उसका पूरा अलग ही टच होता है। लाइक अगर आपने कबीर सिंह भी देखी हो, आपने अर्जुन रेड्डी देखी हो, एक अलग टच फील होता है। और पूरी तरीके से जो एक्टिंग होती है सब चीज़। और चुप चुप के देखे हुए भी बहुत टाइम हो गया है, तो देखेंगे कैसा। सच में मैंने तो चुप चुप के देखी हुई है और सच में वो ऐसी मूवी मुझे लगी है। और मुझे तो अभी पता लगा, लाइक व्हेन ही सेड कि आज हम पंजाबी हाउस देखने वाले हैं, तो मुझे पता ही नहीं था। मुझे लगा कि यार ये साउथ में पंजाबी हाउस मूवी कोई कैसे हो सकती है यार। एंड वो मतलब वो जो चुप चुप के वो इसकी रीमेक है। मतलब चुप चुप के तो आइकॉनिक मूवी है, उसके सारे जोक्स हमको पता है, पर जितनी बार देखो उतनी बार हंसी आती है। पर मेन बात यह है कि दोनों के डायरेक्टर सेम है, सो ऑफकोर्स ये है कि वो अच्छी चीज़ होती है कि उससे क्या वही सेम चीज़ आ जाती है। एंड मेनली चीज़ ये है कि ये भी देखना होगा कि लाइक पंजाबी हाउस हो, ऑफकोर्स पंजाबी को किस तरीके से दिखाया हुआ है और एक मलयालम सिनेमा के अंदर, वो भी काफ़ी साल पहले। बहुत इंटरेस्टिंग होगा देखना, तो आप भी देखो हम भी देखते हैं। लेट्स स्टार्ट। എത്ര സുന്ദരമായ റബ്ബർ തോട്ടം. ആസ്കേട്ടിട്ട് നിൽക്കുന്ന റബ്ബർ മരങ്ങളെ കണ്ടാൽ വിമൻസ് കോളേജിലേക്ക് പോകുന്ന തരണീമണികളെ പോലെ ഇല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, റബ്ബറിന്റെ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പാതാളത്തിലെ മാവേലിക്ക് താഴെയായി. അതെ, പണമാണല്ലോ പ്രശ്നം. ഈ തോട്ടം ലീസിനെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചില്ല പണത്തിന്റെ മൂല്യം റബ്ബറിനേക്കാളും താഴും. എന്റെ പൊന്നു സ്നേഹിതന്മാരെ, പരമ നഷ്ടമായിരുന്നു ഈ കച്ചവടവും. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഇന്ന് തരാന്നാ പറഞ്ഞത്. ഇന്ന് തന്നില്ലെങ്കിൽ നിന്റെ അണപ്പലി ഞാൻ തെറിപ്പിക്കും. എന്നാ പിന്നെ ഈ വലത്തെ അണപ്പല്ല് തെറിപ്പിക്കാൻ പറഞ്ഞു. ഞാനത് പറപ്പിക്കാൻ വെച്ചിരിക്കുക. കാശ് വെച്ചിട്ട് സംസാരിക്കണം. ചേട്ടൻ കൈവിട്, കാശ് ഞാൻ തരാം. എന്റെ ഗതികേട് കൊണ്ടാവും ഈ മൽബറി തോട്ടം ഇങ്ങനെ പുഴുക്കളെ വളർത്തി അവയെ പുഴുങ്ങി പട്ടുനൂലുണ്ടാക്കി കയറ്റി അയച്ച് നിങ്ങളുടെയൊക്കെ കാശ് തിരിച്ചു തരണോന്നാ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. എന്നിട്ട് ഇപ്പൊ എന്താ പറയണേ? അതിനേക്കാളും വലിയ പുഴുക്കൾ വന്ന് ഈ ചെടിയിൽ നിന്ന് ആ പുഴുക്കളിൽ നിന്ന് എന്റെ കയറ്റുമതി സ്വപ്നമാകെ തകർത്തു. ഇനിയിപ്പൊ നിങ്ങളെ ബസ് കയറ്റി വിടാൻ എനിക്ക് നിവൃത്തിയുള്ളൂ. ഞങ്ങളോട് വാങ്ങിയ കാശ് നീ ഇന്ന് 5 മണിക്കാൻ തരാന്ന് സത്യം ചെയ്ത് പറഞ്ഞതല്ലടാ മൽബറി. അതിന് തെറി പറയരുത്. 5 അല്ല 6 മണി എന്നാ പറഞ്ഞ. 6 മണി അല്ല 5 മണിന്നാ നീ പറഞ്ഞേ. ശരി, 5 എങ്കിൽ 5. ലേറ്റ് ആവരുത്. എന്തായാലും ഒരു 15 മിനിറ്റ് മുമ്പെത്തിക്കോളൂ. പിന്നെ സ്ഥലം എവിടെയെന്ന് അറിയോ? കടലിലേക്ക് നീണ്ടെടുക്കുന്ന പാലം. കടൽപ്പാലം, सी ब्रिज। वो जैसे ही बात करते हैं पूरा टोन चेंज हो जाती है, वो सब आगे पैसे लेने। मुझे डर लग रहा है। शार्प 5 बजे बुलाया था। ഇത്രയും കൃത്യമായിട്ട് കൃത്യനിഷ്ഠമായി മലയാളി क्या बात है। കായോട് തുടങ്ങി. ഇല്ല, വേവലാതിപ്പെടേണ്ട, അവിടെ നിൽക്കേട്ടാ. പരിപാടി തുടങ്ങാൻ പോണേ ഉള്ളൂ. എല്ലാരും വന്നിട്ടല്ലോ. ഞാൻ പേര് വിളിക്കുന്നവരെ എത്തിച്ചേർന്നിട്ടില്ല. अटेंडेंस ले रहे। തെങ്ങിൻ തോട്ടില് കാതർ കുഞ്ഞ് 12,300 രൂപ. ഹാജർ. प्रेजेंट। കീഴടുത്ത് പ്രഭാകരൻ 13,900. പൈസ അടക്കോട്ടോ. അതൊക്കെ അവിടെ ആദ്യം എന്റെ കാശ് എന്നെ പിരിച്ചുവിട്. ഹായ്, ഞാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കാനുള്ള ആളാ തുമ്മിച്ചൻ. എന്താ തുമ്മിച്ചൻ ലേറ്റ് ആയത്? പറഞ്ഞ് ലേറ്റ് ആക്കാതെ കാശാടാ. ഈ തുമ്മിച്ചന്റെ കണക്ക് ഉൾപ്പെടെ ഞാൻ ആകെ 7,49,000 രൂപ. പക്ഷേ ഇപ്പൊ അത്ര എന്റെ കയ്യിലില്ല. ഒരു कितना कम है? അത് നമുക്ക് പരിഹരിക്കാം. എത്ര പറഞ്ഞിട്ട്? 7,49,000 തന്നെ കുറവുണ്ട്. जेब में तो क्या आएगा? അത് എലിവിഷോ? Red poison. അതെ ചേട്ടാ, വിഷോ. പൊട്ടാസ്യം സൈനൈഡ് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് Cyanide. ഏത് നിമിഷം എനിക്ക് അത്യാവശ്യമായിട്ട് വന്നു. വലിച്ചെറിഞ്ഞ് കളയണോ അത്? കണ്ട, ചാകാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ദേ എനിക്ക് ആരോടും ദേഷ്യമില്ല കേട്ടോ. വന്നിട്ട് മറ്റൊരു അവസരത്തില് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും വഞ്ചിക്കില്ല. എല്ലാവരും बीच में क्यों आ रहे हैं? ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ തുടങ്ങി. ഒന്ന് പൊട്ടുമ്പോ അടുത്തേല് രക്ഷപ്പെടാന്ന് കരുതി. പക്ഷെ എല്ലാം പൊട്ടി. അങ്ങനെ അവസാനം ഞാനൊരു പടക്കം. അതാണെങ്കിൽ പൊട്ടിയുമില്ല. അതെങ്കിലും ഉണ്ടല്ലോ, അത് വിറ്റിട്ട് എന്റെ കാര്യം ഇതാണ്. പൊട്ടാതിരുന്നത് പടക്കമാണ് ചേട്ടാ. പടക്കം പൊട്ടാതായ ആ കമ്പനിയും പൊട്ടി. എന്റെ അച്ഛൻ എന്നെ കുറിച്ച് എപ്പോഴും പറയും, എന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുന്നു. ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ കടക്കാരനായ ചെറുപ്പക്കാരൻ ചിലപ്പോ ഞാൻ മനഃപൂർവ്വമല്ല, സംഭവിച്ചു പോയി.
ഇനിയിപ്പോ എന്റെ മുമ്പിൽ ഒരു വഴിയെ കാണുന്നുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് 5 വർഷം 5 years time. അല്ലെങ്കിൽ ഞാൻ ഈ കടലിൽ ചാടിച്ചാകണം. ആ വേല ഞങ്ങളോട് വേണ്ട മോനെ. അങ്ങനെ നീ ചാടുന്നെങ്കിൽ ചാട്, എന്റെ കാശ് ഞാൻ ഉപേക്ഷിച്ചേക്കാം. കൂച്ച. ചാടാം. ഞാനൊരു വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് പോളിസി. അത് താമസിയാൻ കിട്ടും. കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു വാരം ചെയ്യണം. क्या? നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ അറിയാണ്ട് കാല് തെറ്റി കടലിൽ വീണതാണെന്ന് പറയണം. അപകട മരണം ആവുമ്പോ ഇൻഷുറൻസ് തുക ഇരട്ടി കിട്ടും. അതുകൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളുടെയൊക്കെ കടം വീട്ടും. അതൊന്നും പറ്റില്ല. മോനെ ഉണ്ണി, ഇത് നമ്മളോട് വേണ്ട. ഈ നമ്പർ ഒന്നും നമ്മളെടുത്തെടുക്കണ്ട. हाँ ഇതൊരു നമ്പറാ, അവസാനത്തെ നമ്പർ. ജീവിക്കും കൊതിയിലെങ്കിട്ടല്ല. यार वो जाते जा रहे എന്നെ അടുത്തറിയാവുന്നവർ സമ്മതിക്കും എന്റെ ഈ തീരുമാനം ശരിയായിരുന്നു. ये सही में कूदेंगे? बैकग्राउंड म्यूजिक से तो यही लग रहा है हाँ. ഉണ്ണി, ബൈ, ഗുഡ് ബൈ. मेरे को स्टिल हंसी आ रही है Oh! गए इनकी फैमिली शॉक. सब लोगों ने इतना अच्छा। प्रेशर डाला बेचारों पे ആരോ കാണാൻ വന്നിരിക്കണം. अच्छा ये फ्लैशबैक. अच्छा पहले का है ഇപ്പൊ ഒരു മാർക്കിടുക. എന്താടോ, ഞങ്ങൾ മാഷെ കാണാൻ വന്നതല്ല, ഉണ്ണിയെ കാണാൻ വന്നതാ. അതെ, എന്നെ കാണാൻ വന്നതാ. അച്ഛനെ കൂടി കാണിക്കാന്ന് വെച്ച് വിളിച്ചതാ. ഞാനെന്താ അഭ്യാസം പഠിച്ച കുരങ്ങോ പറ്റോ വരുന്നവരെയും പോകുന്നവരെയും വിളിച്ച് കാണിക്കേ? അയ്യോ, അച്ഛനെ ഇയാൾ അറിയില്ലേ? നമ്മുടെ പെരുമ്പോട്ടയിലെ സെൽവൻ. ആ ചെമ്മീൻ കെട്ട് നഷ്ടത്തിലായപ്പോ ഈ के സെൽവൻ सारे बिजनेस क्रैश हुए. പലിശ അടക്കം 10,40,000 ചില Nice, നോട്ട് sir. ഇയാൾക്ക് കൊടുക്കാനുണ്ട്. അവധി പറഞ്ഞ് ഞാൻ മടുത്തു. ഇപ്പൊ ഇയാൾക്കെന്നെ തീരെ വിശ്വാസമില്ലാണ്ടായിരിക്കുന്നു. അച്ഛൻ ഇപ്പൊ കാശ് കൊടുക്കണ്ട, ഒരവധി പറഞ്ഞാ മതി. അയാളെ സമ്മതിച്ചു. अच्छा अब तुम टाइम ഒരു मांगो. അവധി പറയാനും കൃത്യമായിട്ട് മുങ്ങാനും നിന്റെ അത്രയും കഴിവെനിക്കില്ലടാ മോനെ. അത് ഇയാൾക്കും അറിയാം. അതുകൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞാൽ സമ്മതിക്കാന്ന് പറഞ്ഞത്. അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവേണ്ടി വരും. अरे यार ये धमकियां അച്ഛൻ അവധി പറയില്ല, കാശ് ഇപ്പൊ തരും. പിന്നെ ഞാനൊരു കോഴി ഫാം തുടങ്ങാൻ ആലോചിക്കുന്നത്. अरे मत അപ്പോ करो എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. नया बिजनेस. നാ, ഇതിനേക്കാ വലിയൊരു ये लोग तो സഹായം पैसे लेके आएंगे शक्ल देखो. നിനക്ക് താഴെ രണ്ട് പെൺകുട്ടികൾ कैसा बाप है. കയ്യിലുള്ളത് കൂടി ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയത് എന്തിനാ? ഒരു കര പറ്റി കാണാൻ. എന്നിട്ടിപ്പോ നാട് മുഴുവൻ കടവാക്കി മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായില്ലേ? ഇപ്പൊ വീട്ടിലിരിക്കാൻ വയ്യാണ്ടായി. ചേല അത് തന്നെയാ ശരി. അതിന് 100-ൽ 100 मुझे इनका चेहरा देख के हंसी आ रही है लेकिन अब जो रियल में हो गया वो दुख हो गया. നിന്റെ മുറപ്പെണ്ണായി ജനിച്ചു പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നീ അവളുടെ ജീവിതം തകർക്കരുത്. അമ്മാവൻ എന്തൊക്കെയാ പറയണേ? ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തടസ്സമായിട്ട് നിന്നുണ്ടോ? സുജിക്ക് നല്ലയിടത്തുനിന്ന് ഒരു ബന്ധം ആലോചിച്ചോളൂ. നമുക്ക് എല്ലാവർക്കും കൂടി അത് നടത്താം. എല്ലാറ്റിനും മുമ്പിൽ ഞാൻ ഉണ്ടാവും. എന്താ പോരെ? അതിനവള് സമ്മതിക്കണ്ടേ? നിന്നെ മാത്രമേ വിവാഹം കഴിക്കോളൂ എന്ന് പറഞ്ഞ് അവൾ ഒറ്റക്കാലം നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാവ. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ അവളുടെയാണെന്നും അവൾ എന്റേതാണെന്നും കേട്ടല്ലേ വളർന്ന്. ശരിയാണ്, അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നീ വളർന്ന് ഇത്രയും വലിയൊരു തല്ലിപ്പൊളിയാകുമെന്ന് ഞാൻ അറിഞ്ഞു. യൂസ്ലെസ് മാൻ. അമ്മാവനെ ആലോചനകൾ തുടങ്ങിക്കോളൂ. അവളെ പിരിയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, അവളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയ ഞാനവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അതിന് അവള് സമ്മതിക്കില്ലടാ. നീ ഇങ്ങനെ തടി പോലെ നിൽക്കുമ്പോ അവളെ എങ്ങനെ സമ്മതിപ്പിക്കാനാ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോ. കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി. ഇനി വന്നില്ലേലും കുഴപ്പമില്ല. അപ്പോ നിനക്ക് നിന്റെ കടക്കാരെ ഇന്ന് രക്ഷപ്പെടുകയും ചെയ്യാം, എനിക്ക് എന്റെ മോളെ കെട്ടിച്ചയക്കുകയും ചെയ്യാം. ദാ, ഇനി വണ്ടിക്കൂലിക്ക് വേണ്ടി നീ തണ്ടണ്ട. പിടിച്ചോ. कैसी कैसी इनको सजेशन मिल रही है. निकल जा, छोड़ दे यहाँ से सब कुछ. कोई बात नहीं वापस बताना बेचारी लड़की इनके भरोसे बैठी हुई है. दिल्ली अरे कांग्रेस वाले प्रियंका गांधी जिंदाबाद
जिंदाबाद नहीं ये नहीं बोल ജാതിയിലൊക്കെ ഉണ്ണിയുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയോ? ഏയ് രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല. ജാഥയില് കയറി വരുമ്പോ കടക്കാര് പിടിച്ചു നിർത്തും. രാവിലെ BJP-ക്കാരുടെ ജാഥയിലേക്ക് Morning BJP. പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഇപ്പൊ കിഴക്കോട്ടേക്ക് ഒറ്റ തിരിച്ചത്. പിന്നെ ഈ ജാഥ വരണവര് വെയിറ്റ് ചെയ്തു. അതല്ല ലേറ്റ് ആയത്. अरे वाह अच्छा इनके साथ जाएंगे आएंगे तो प्रिंटर्स ही पकड़ेंगे പറയും. അവര് പറഞ്ഞൊക്കെ ഞാനും വെയിറ്റ് പറയും. ഈ ഉണ്ണിയുടെ ഒരു കാര്യം. വാ. എന്താ അങ്ങോട്ട് പോണേ? വീട്ടിലേക്ക് ഇപ്പൊ പോണ്ട. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? മനസ്സിൽ നന്മ മാത്രമുള്ള കുട്ടിയാ നീ. നിന്നെ പിരിയാന്ന് പറയുമ്പോ ഈ എന്നെ തന്നെ കീറി മുറിക്കുന്ന പോലെ എനിക്ക്. ഇപ്പൊ നീയും എനിക്ക് നഷ്ടപ്പെടണം. അതാവും വിധി. ഈ നഷ്ടവും ഞാൻ സഹിച്ചേ പറ്റൂ. ഇങ്ങനെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ണിയേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. अच्छा ये वेट करेंगी ഉണ്ണിയേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ഞാൻ കാത്തിരുന്നോളാം. वो कभी खत्म नहीं होगी प्रॉब्लम എത്ര കാലം നേരിച്ച കാത്തിരിക്കാൻ വേണ്ട. എന്നായാലും എപ്പോഴായാലും നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതം वाओ ഉണ്ടാവുമല്ലോ. ट्रू लव മതി എനിക്ക്. ഇല്ല, അതുണ്ടാവില്ല. ഒരു മൺതരിയെ പോലും താങ്ങാനുള്ള ശക്തി എനിക്കില്ല ഇപ്പോ. ഈ അവസ്ഥയില് നീ എനിക്കൊരു ഭാരമാണ്. ഒഴിഞ്ഞു പോയേ പറ്റൂ. इनकलाब जिंदाबाद ഈ ജാഥ കഴിഞ്ഞാ പിന്നെ വീടിന്റെ അടുത്തേക്ക് വേറെ ജാഥയില്ല. ഇത് ലാസ്റ്റ് अब ജാഥ. के साथ जाना है अब ये लाल सलाम वाले कौन लाल सलाम मतलब CPM वाले नहीं मांग पाए अरे रे ഒരാഴ്ചത്തേക്കുള്ള റേഷനെങ്കിലും നീ ഈ കുടുംബത്തെ എത്തിച്ചിട്ടുണ്ടോടാ? ഈ ചോദ്യം ഇനി ചോദിക്കരുത്. ദേ, ഒരാഴ്ചത്തേക്കുള്ള റേഷനും ഒരു ദിവസത്തെ കറിക്കുള്ളതും ഉണ്ട്. അയ്യേ, ഇതെന്താ മീൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ മീൻ കൊണ്ടുവരാൻ പാടില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാമേ. പിന്നെന്താ ഒരു നാറ്റം? അത് ഞാൻ 2 വട്ടം മീൻ അങ്ങാടിയിൽ ചുമന്നു. ജസ്റ്റ് ഫോർ ചേഞ്ച്. പൈസക്ക് അമ്മ എനിക്കടുത്ത് വേഗം ഊണുണ്ടാക്കി ഞാൻ കുളിച്ചിട്ട് വരാം. അമ്മ ഇരിക്കണല്ലേ? ഞാൻ പിന്നെ ഉണ്ടോളാം. അത് പറ്റില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയായിരുന്നു ഒരു പിടി. from my earnings നിനക്ക് എന്താ പറ്റിയത് ഉണ്ണിയെ? അമ്മ കഴിക്കേ. इनकी कमाई कैसे हुई അമ്മേ, എന്റെ പ്രകടന പത്രികയില് ഞാൻ അമ്മയ്ക്ക് കുറെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. വലിയ വീടും കാറും അങ്ങനെ പലതും. എന്താ എല്ലാം ശരിയായോ? ഇല്ലമ്മേ, അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്കൊന്നും വേണ്ട अरे ഉണ്ണി. वाह मदर तो നീ मदर ഈ കടക്കായിട്ട് ഓടിക്കണത് കാണാണ്ടിരുന്നാ മതി. हाँ ഇനി ആരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. എല്ലാം അവസാനിപ്പിക്കാൻ ഞാനൊരു കൂട്ടം ചെയ്യാൻ പോവാ. ओहो അതെന്താ? ഓക്കെ, കഴിയുമ്പോ അറിഞ്ഞാ മതി. അറിയുമ്പോ അമ്മയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. എന്നെ ശപിക്കരുത്. അച്ഛന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ അച്ഛനോട് അമ്മ പറയണം, ഈ ഉണ്ണി പാവായിരുന്നു, അതുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. वैसे बात तो है नशा वशा तो नहीं करता यार बिजनेस खराब हुआ है बेचारे की किस्मत नहीं है शक्ल कितनी भोली है यार इनकी മാഷ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു. ബോട്ടുകാരൊക്കെ തിരച്ചിൽ നിർത്തി. പതിവില്ലാതെ നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബോഡി ഉടനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ओह ये मूवी में ट्रांजिशंस कितने हैं रे एक मोमेंट हंसा रहे हैं एक मोमेंट रुला रहे हैं और एकदम से प्यार वाला यार ये 2000s वाला जो वाइब है ना मुझे बहुत मस्त लग रहा है मतलब वो हाथ में ब्लड लग भी नहीं रहा था इतना क्यों हंसी आई वो just went away मैं इनको देख रही हूँ और मेरे को हंसी आ रही है। अलग कैरेक्टर है यार ये मेरे को लगता था शाहिद ने अच्छा किया ये तो अलग लेवल है हमने हिंदी में देखी है ना तो उसमें यही है कि शाहिद देख के अभी शाहिद ने बहुत अच्छा किया था बट मुझे लग रहा है मैं शाहिद को भुला दूंगा ये मूवी देखने के बाद बिकॉज द वे उनके जो एक एक्सप्रेशन है ना इवन वो सैड में भी हमें हंसा रहे हैं जब वो हंस रहे तो हम हंसी रहे अलग मजा आ रहा है मूवी देख के मतलब सच में उनके एक्सप्रेशंस ऐसा है ना कि मैं वो मेरे सामने आ रहा इवन दो सैड सॉन्ग बज रहा था स्टिल मेरी हंसी नहीं रुक रही थी क्योंकि उनका कैरेक्टर ही ऐसा एक्सप्रेशंस ऐसे देते हैं फिर ऐसे एकदम से भोले बन जाएंगे जब अपनी मम्मी से बात कर रहे थे तो यार मजा आ रहा है देख के सही में एक हिलेरियस मूवी है देखना होगा आगे इनकी जर्नी कैसी रहती है तो आप लोग कैसा लगा पे कमेंट सेक्शन में जरूर बताइएगा तो ऐसे लाइक करते जाइए कमेंट करते जाइए शेयर करते जाइए सब्सक्राइब करिए बाय